ശരണി, എന്തായാലും കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു, ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. എങ്ങനെയാണ് കോഴിക്കോട് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം വരുന്നത്? നാളെ പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോവുകയാണല്ലോ. ഭദ്ര, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശോജ്വലമായ ഒരു കൊട്ടിക്കലാശം നമുക്ക് ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തന്നെ വാർഡ് തലത്തിലുള്ളൊരു കൊട്ടിക്കലാശമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. 3 വിഭാഗങ്ങളിൽ നിന്ന് LDF, NDA അതുപോലെ തന്നെ UDF വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൊട്ടിക്കലാശം നമുക്ക് നഗര മധ്യങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഇറങ്ങി ചെല്ലുമ്പോൾ LDFന് കൂടുതൽ തരംഗം ഉണ്ടാകുന്ന രീതിയിൽ, ഇടതുപക്ഷ തരംഗം ഗ്രാമങ്ങളിലേക്ക് എത്തി എന്ന് പറയുന്ന രീതിയിൽ തന്നെയുള്ള ഒരു കൊട്ടിക്കലാശമായിരുന്നു ഇന്നലെ നമുക്ക് വൈകിട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൂടുതലായി കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 5 വർഷങ്ങളിലായി തദ്ദേശ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷങ്ങളിലായി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന വികസന മുന്നേറ്റങ്ങളൊക്കെ തന്നെയാണ്. അത് നമുക്ക് ഒപ്പം ചേർന്ന മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മറ്റ് ജില്ലയിലെ മറ്റ് പാർട്ടി നേതാക്കളടക്കം നമ്മളോടൊപ്പം ചേർന്നപ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു, വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച് വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലായാലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നിന്നായാലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു രീതിയാണ് സ്ഥാനാർത്ഥികളിൽ നിന്നും ഉണ്ടായത്. നേതാക്കളടക്കം അതുതന്നെയാണ് പറഞ്ഞത്. ആ വികസനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അത് വോട്ടായി മാറുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അവർക്കെല്ലാവർക്കും ഒന്നിച്ചുള്ളത്. സ്ഥാനാർത്ഥികളായാലും നമ്മളോട് പ്രതികരിക്കുമ്പോൾ അവരും പറയുന്നത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിച്ച കാര്യങ്ങൾ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായ വർധനവ് എല്ലാം തന്നെ വോട്ടായി മാറും. അത് ഇടതുപക്ഷത്തിന് LDFന് കൂടുതൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7-ാം തീയതി തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമഗ്രികളെല്ലാം വിതരണം ചെയ്യുന്നതിനെല്ലാം സജ്ജമായിരുന്നു. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇപ്പോൾ വിതരണം ചെയ്തു തുടങ്ങും. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള 3 ബാലറ്റ് യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു കൺട്രോൾ യൂണിറ്റും പോളിംഗ് യൂണിറ്റുകളും എല്ലാം തന്നെ വിതരണം ചെയ്യും. അതുപോലെ തന്നെ നഗരസഭ കേന്ദ്രീകരിച്ചിട്ടുള്ള ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും പോളിംഗ് യൂണിറ്റും എല്ലാം തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 മണി തൊട്ടിട്ട് നമുക്ക് അത്തരം വാർത്തകളെല്ലാം തന്നെ നൽകി തുടങ്ങാം ഭദ്ര. എന്തായാലും നമ്മൾ കഴിഞ്ഞ ഒരു മാസമായി കോഴിക്കോടിനെ സംബന്ധിച്ച് നടത്തിയ ഒരു പ്രചരണമുണ്ട്. അത് നമ്മളടക്കം കൈരളി അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥികളിൽ നിന്നും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ എത്തുന്ന വീടുകളിൽ നിന്നും വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തുന്ന വീടുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അവരെ കൂടുതൽ ഊർജ്ജമായി പ്രവർത്തിക്കാനുള്ളൊരു കരുത്ത് ഉണ്ടാവുന്നത്. ആ കരുത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണെന്നും എവിടെ നോക്കിയാലും വികസന പ്രവർത്തനങ്ങൾ കാണുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്, LDFൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിൻ്റെ ഒരു മുഖച്ഛായ മാറുന്ന ഒരു രീതി തന്നെയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കോഴിക്കോട് സാഹിത്യ നഗരം എന്നാണ് കോഴിക്കോടിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലേക്കുള്ള ഒരു മികവ് കൂടി കോഴിക്കോടിനുണ്ട്. ആ മികവെല്ലാം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിലും ഉണ്ടാവുക. ഇന്നലെ നമ്മളോട് മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിച്ചപ്പോഴും ഇനിയും കോർപ്പറേഷൻ പരിധികളിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഗ്രാമപരിധികളിലും ഒരുപാട് വികസനങ്ങൾ വരാനുണ്ട്. ആ വികസനങ്ങളെല്ലാം തന്നെ ഇനി അടുത്ത കാലഘട്ടങ്ങളിലും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളോട് സംസാരിച്ച മുഴുവൻ നേതാക്കളടക്കം പറഞ്ഞിട്ടുള്ളത് ഭദ്ര. അതെ, തീർച്ചയായും ശരണ്യ. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു VM വിനു. ഒടുവിൽ സർപ്രൈസായി കൊണ്ടുവന്ന് ഒടുവിൽ UDFന് പോലും സർപ്രൈസായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹം വോട്ടർ പട്ടികയിലില്ല. അവസാനം ആളെ മാറ്റേണ്ട ഒരു ഗതികേടിലേക്കൊക്കെ UDF പോയിരുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. എന്തായാലും ഈ പറയുന്ന കോലാഹലങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നു, ചുവരെഴുത്തുമായി മുന്നോട്ട് പോകുന്നു, ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനായിട്ട് LDF സ്ഥാനാർത്ഥിക്ക് സാധിക്കുന്നു. എന്തായാലും അതൊക്കെ തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫിഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ UDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായിരുന്നു. കാരണം ഇറക്കുമതി സ്ഥാനാർത്ഥിയെ അടക്കം VIP സ്ഥാനാർത്ഥികളെ അടക്കം കൊണ്ടുവരുന്നു. ഈ സമരത്തിന് മുന്നിൽ നിന്ന UDFിലെ പ്രവർത്തകരെയൊക്കെ തഴഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ സാധാരണക്കാരൊക്കെ UDFിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പോകുന്നത്. ശരണ്യ.
തീർച്ചയായും ഭദ്ര, യു ഡി എഫിൻ്റെ ഇന്നത്തെ പ്രധാന പ്രശ്നം, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നം എല്ലാവരും ഉയർത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് യു ഡി എഫിൽ വിമതർ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. കൂടാതെ പ്രധാനമായി പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമിക്കുമായി യു ഡി എഫിനുണ്ടാവുന്ന കൂട്ടുകെട്ട് ലീഗിലടക്കം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, യു ഡി എഫിൽ കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നു. അതെല്ലാം തന്നെ യു ഡി എഫിന് ഒരു പോരായ്മ തന്നെയാണ്. യു ഡി എഫിൻ്റെ വോട്ട് ചോരുന്നതിനുള്ള ഒരു പ്രധാന തെളിവ് തന്നെയായിരുന്നു അത്. എന്നാൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിന് അതൊന്നും മനസ്സിലായില്ല എന്ന് വേണം കരുതാൻ. നമ്മൾ കഴിഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലടക്കം ജമാഅത്തെ ഇസ്ലാമിയെ കൂടുതൽ മുന്നിലെടുത്ത് കാണിക്കുന്നു. ലീഗിനെ തഴയുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ യു ഡി എഫിന് പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് ഭദ്ര.